ശ്രുതിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കും കണക്കിന് കൊടുക്കുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് ശ്രുതിയോട് മാപ്പ് പറയുമ്പോൾ ശ്രുതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു. ശേഷം നിന്നെ വിശ്വസിച്ച് വന്ന ആ പെണ്ണിനെ നീ കരയിച്ചില്ലെന്ന് ചോദിച്ച് രവീന്ദ്ര ശ്രുതിനെ വഴക്ക് പറയുകയും നീ പോയി അവളോട് ക്ഷമ ചോദിക്കാനും പറയുന്നു. പിന്നീട് മുറിയിലെത്തുന്ന ശ്രുതി ദേഷ്യപ്പെടുകയും എന്നോട് ഇനി ഒന്നും പറയേണ്ടെന്നും മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനും പറയുന്നു. തുടർന്ന് ശ്രുതി എന്നെ എല്ലാവരുടെയും മുമ്പിൽ ഒരു വിഡ്ഢിയാക്കിയില്ലേ എന്ന് ചോദിച്ച് കരയുന്ന ശ്രുതിയോട് നിനക്ക് വിഷമമാകുമെന്ന് കരുതിയാണ് ജോലി നഷ്ടപ്പെട്ട വിവരം ഞാൻ പറയാതിരുന്നതെന്ന് ശ്രുതി പറയുന്നു. തുടർന്ന് നിന്നെ ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും നീ എന്നെ ചതിച്ചില്ലേ എന്ന് ചോദിച്ച് ശ്രുതിയോട് പൊട്ടിത്തെറിക്കുകയും സച്ചിക്കും രേവതിക്കും മുമ്പിൽ എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ എന്ന് ചോദിച്ച് പൊട്ടിക്കരയുകയും ചെയ്യുന്നു. ശേഷം ശ്രുതിയോട് വീണ്ടും മാപ്പ് ചോദിക്കുന്ന ശ്രുതി മുറിയിൽ നിന്നും ഇറക്കി വിടുന്നു. പിന്നീട് മീരയുടെ അടുത്തേക്ക് എത്തുന്ന ശ്രുതി കാണിച്ച കള്ളത്തരത്തെപ്പറ്റി മീരയോട് പറയുമ്പോൾ പാർക്കിൽ വെച്ച് ശ്രുതിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു എന്ന് മീര പറയുന്നു. തുടർന്ന് ശ്രുതി കാണിച്ച കള്ളത്തരത്തേക്കാൾ വലിയ കള്ളത്തരമാണ് നീ മറച്ചു വെച്ചിരിക്കുന്നതെന്നും ഒരു നാൾ ആ സത്യങ്ങൾ ശ്രുതി അറിഞ്ഞാൽ എന്താവും അവസ്ഥയെന്നും മീര ചോദിക്കുമ്പോൾ അതിലെനിക്ക് നല്ല പേടിയുണ്ടെന്നും ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം എന്നെ ചതിക്കുകയാണെന്നും പറഞ്ഞ് ശ്രുതി കരയുന്നു. പിന്നീട് ശ്രുതി പറഞ്ഞതെല്ലാം ഓർത്ത് വിഷമിക്കുന്ന ശ്രുതിയെ കാണിക്കുന്നു. ഇതേസമയം മീര കോഫിയുമായി എത്തുമ്പോൾ ശ്രുതിനെ അവിടെ കാണാതെ വരുന്നതോടെ മീര ശ്രുതിനെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. തുടർന്ന് ശ്രുതിയെ വിളിക്കുന്ന മീര ശ്രുതി വീട്ടിൽ വന്നതും സങ്കടപ്പെട്ട് കരഞ്ഞതുമെല്ലാം പറയുകയും ശ്രുതിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ശേഷം ശ്രുതിയെ കാണാതായ വിവരം മീര പറയുന്നതോടെ ശ്രുതി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് ശ്രുതിയെ കാണാതായ വിവരം ശ്രുതി ചന്ദ്രമതിയോട് പറയുന്നതോടെ ചന്ദ്രമതിക്ക് ടെൻഷനാവുന്നു. ശേഷം എല്ലാത്തിനും കാരണം ഇവനാണെന്ന് പറഞ്ഞ് ശ്രുതി സച്ചിയോട് വഴക്കുണ്ടാക്കുന്നു. ഇത് കണ്ട് വിഷമിച്ച് നിൽക്കുന്ന രവീന്ദ്രനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.